ഒരു 2 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ട് ഫെയിലായിപ്പോയ റെസിപ്പിയാണ് കേട്ടോ ഫഡ്ജ് ബ്രൗണി. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെയും ഉണ്ടാക്കി നമ്മൾ വിടുവോ? അപ്പോൾ ഒരു 80 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും 100 ഗ്രാം ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിൽ 2 മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചിട്ട് നമ്മുടെ ഈ ഒരു എഗ് ബാറ്ററിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വൈറ്റ് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒന്നിച്ചാണ് കേട്ടോ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രൗണിക്ക് അത്ര കയ്പ്പ് ഉണ്ടാവില്ല. ഫുൾ ഡാർക്ക് കോമ്പൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ മൈക്രോവേവിലോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ്. ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വനില എസൻസും കൂടി ആഡ് ചെയ്തെടുക്കണം. അത് വിട്ടുപോയി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 7 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാനൊക്കെ ഞാൻ ആദ്യം ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാറ്റർ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാറ്ററൊക്കെ നല്ല കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അതിൻ്റെ മേലെ കുറച്ച് ടോപ്പിൽ കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓവനിലാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ മതിയാവും, ഒരു 180 ഡിഗ്രിയിലൊക്കെ ആവുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൗണി എന്ന് പറയുന്നത്. എനിക്ക് ഒരു ക്രിങ്കിൾ ടോപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ഈ ഒരു ഫഡ്ജി ബ്രൗണി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ടോപ്പ് കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.